നെക്സ്റ്റ് നോക്കാം ആർക്കിടെക്ചർ ഓഫ് ലിനക്സ് കേർണൽ. ലിനക്സ് കേർണൽ ആർക്കിടെക്ചർ ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു 2 levels. First is user level and second one is kernel level. Okay, user level എന്ന് പറയുമ്പോഴത്തേക്കും മീൻസ് യൂസർ സ്പേസ് ആൻഡ് കേർണൽ സ്പേസ്. യൂസർ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും at the top level is the user space and below is the kernel space. ഈ കേർണൽ സ്പേസിൻ്റെ അകത്താണ് ലിനക്സ് കേർണൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യൂസർ സ്പേസ് ശരിക്കും ഈ കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോർ പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ശരിക്കും ഇതിൻ്റെ ബേസ് കോർ പാർട്ട് ഇറ്റ്സ് ലൈസ് ഇൻ ദ കേർണൽ. സോ ഇവിടെ അത് തന്നെയാണ് ഇസ് എ കേർണൽ സ്പേസ് വേർ ദ ലിനക്സ് കേർണൽ എക്സിസ്റ്റ്. ഈ യൂസർ സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂസർ സ്പേസ് ഇസ് ദ വേർ ദ യൂസർ ആപ്ലിക്കേഷൻസ് ആർ എക്സിക്യൂട്ടഡ്. ഈ ഒരു യൂസർ സ്പേസിലാണ് യൂസർ ആപ്ലിക്കേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ there is also GNUC library. Okay, there is also GNUC library. ഞാൻ പറഞ്ഞു ഈ യൂണിക്സ് സിസ്റ്റം C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് റൈറ്റ് ചെയ്യുന്നത്. സോ GNUC മീൻസ് ശരിക്കും GN സ്റ്റാൻഡ്സ് ഫോർ നോട്ട് യൂണിക്സ് എന്നാണ്. നമുക്ക് യൂണിക്സ് ആയിട്ട് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി GNU എന്നൊരു നെയിമിംഗ് കൊടുത്തത്. GNUC library that provides a system call interface that connects to the kernel and provides a mechanism to transition between the user space applications and the kernel. അതായത് ഈ ഒരു യൂസർ സ്പേസ് ആണ് വിച്ച് പ്രൊവൈഡ്സ് ദ സിസ്റ്റം കോൾ ഇൻ്റർഫേസ്, അതായത് ദറ്റ് കണക്ട്സ് ടു ദ കേർണലും യൂസർ ആപ്ലിക്കേഷനും. അതായത് വോയിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? that provides an interaction between the user and the computer system. അപ്പോൾ ആ ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈസ് ത്രൂ ദിസ് യൂസർ സ്പേസ്, ഈ ഒരു യൂസർ സ്പേസ് വെച്ചിട്ടാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് എ സിസ്റ്റം കോൾ ഇൻ്റർഫേസ് ദറ്റ് കണക്ട്സ് ടു ദ കേർണൽ ആൻഡ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ യൂസർ സ്പേസ് ആൻഡ് ദ കേർണൽ സ്പേസ്. ഓക്കെ, യൂസർ സ്പേസ് ആൻഡ് ദിസ് കേർണൽ. ഈ ഒരു ലൈബ്രറിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ യൂസർ സ്പേസ് ആൻഡ് ദ കേർണൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കേർണൽ സ്പേസ്. കേർണൽ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗമാണ് കേർണൽ സ്പേസ് വരുന്നത്. കേർണൽ സ്പേസ് എക്സിസ്റ്റ് വിച്ച് ക്യാൻ ബി കേർണൽ സ്പേസ് ഇസ് വേർ ദ കേർണൽ ലിനക്സ് കേർണൽ എക്സിസ്റ്റ് വിച്ച് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3 levels. ദാറ്റ് ഇസ് system call interface, then kernel code, then architecture dependent kernel code. So there are 3 levels in the kernel space. First one is system call interface, then architecture independent kernel code, then third level is architecture dependent kernel code. That means first is system call interface. ഞാൻ നേരത്തെ പറഞ്ഞു ഈ GNUC library ആണ് which provides a system call interface that connects to the kernel. കേർണലായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? ഈ GNUC library ആണ്. അതുപോലെ it provides a mechanism to transition between the user space and the kernel. സോ ഞാൻ പറഞ്ഞു നമ്മൾ കേർണൽ സ്പേസ് ആണല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. കേർണൽ സ്പേസിന് സിസ്റ്റം കോൾ ഇൻ്റർഫേസ് ആണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് വിച്ച് ഇംപ്ലിമെൻറ്റ്സ് ദ ബേസിക് ഫങ്ഷൻസ് സച്ച് ആസ് റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, ഈ സിസ്റ്റം കോൾ ഇൻ്റർഫേസ് ആണ് വിച്ച് പ്രൊവൈഡ്സ് എ ബേസിക് ഫങ്ഷൻ സച്ച് ആസ് റീഡ് ആൻഡ് റൈറ്റ്. നെക്സ്റ്റ്, ബിലോ ദ സിസ്റ്റം ഇൻ്റർഫേസ് ഇസ് ദ കേർണൽ ആർക്കിടെക്ചർ ഇൻഡിപെൻഡൻറ്റ് കോഡ്. That is kernel code which can be accurately defined as the architecture independent kernel code എന്ന് പറയും. That is, it is common to all the processor architectures supported by the Linux. Linux സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രോസസ്സർ ആർക്കിടെക്ചറും ഈ കോഡ് കോമൺ ആണ്. ദാറ്റ് ഇസ് ആർക്കിടെക്ചർ ഡിപ്പെൻഡൻറ്റ് കേർണൽ കോഡാണ്. ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രോസസ്സറിലും ഈ ഒരു ആർക്കിടെക്ചർ ഈ ഒരു കോഡ് കോമൺ ആണ്. ഓക്കെ, ദ ലാസ്റ്റ് ഇസ് ദ ആർക്കിടെക്ചർ ഡിപ്പെൻഡൻറ്റ് കേർണൽ കോഡ് ഉണ്ട്. കാരണം ആർക്കിടെക്ചർ ഡിപ്പെൻഡൻറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് commonly called BSP, that is Board Support Package. This code serves as a processor and platform specific code for a given architecture. And ഓരോ ആർക്കിടെക്ചറിലും പ്രോസസ്സർ സ്പെസിഫിക് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആണ്. അതായത് ഈ ഒരു സെക്ഷൻ കോഡിൽ റൺ ചെയ്യുന്ന കേർണൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ന ആർക്കിടെക്ചറിൽ മാത്രമേ ആ കോഡ് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇന്ന പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സറിൽ
അങ്ങനെ പ്രോസസ്സർ ആൻഡ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആണ് ഈ ഒരു സെക്ഷനിൽ. പക്ഷേ ഈ കേർണൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ആർക്കിടെക്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമുക്ക് എല്ലാ ലിനക്സിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതും നമുക്ക് ലിനക്സിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ലിനക്സിലുള്ള എല്ലാ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാം. ബട്ട് എന്താണ് അത്, ഈ ഒരു സെക്ഷൻ കോഡിനകത്ത് തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്, ആ കോഡ് വർക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു സെക്ഷനിലിരിക്കുന്ന ഡിപ്പെൻഡൻറ്റ് കേർണൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്സർ ആൻഡ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, so this is the architecture of the Linux kernel. It is actually divided into two levels, user space and kernel space. User space means the user applications are executed on the GNU C library under which provides a transition between the user space and the kernel. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കേർണൽ സ്പേസ് ഉണ്ട്. അവിടെ 3 ലെയേഴ്സ്, ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണ്. സിസ്റ്റം കോൾ ഇൻ്റർഫേസ്, കേർണൽ ദാറ്റ് ഇസ് ആർക്കിടെക്ചർ ഇൻഡിപെൻഡൻറ്റ് കേർണൽ കോഡ്, നെക്സ്റ്റ് ഇസ് ആർക്കിടെക്ചർ ഡിപെൻഡൻറ്റ് കേർണൽ കോഡ്. ഓക്കെ, next what is the purpose of Linux? What are the next we are going to discuss what are the advantages and disadvantages of Linux.